പരീക്ഷാ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടെ രാഹുലിന്റെ ഇടിയറ്റ് പരാമർശത്തെ ചൊല്ലി ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ കൊമ്പുകോർക്കൽ. താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്ന് രാഹുൽ. തെരുവിൽ കണ്ട യുവാക്കളുടെ ശക്തിയെ മാനിക്കണം, രാജ്യത്തിന്റെ ഭാവിയിൽ ആശങ്കയുണ്ടെന്നും രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞു. राहुल गांधी बहुत तरीके से ऐसा शब्द यूज कर रहे हैं, वो एक स्टूडेंट के नाम से ऐसा शब्द का इस्तेमाल कर रहे हैं. वो इस्तेमाल तो वही कर रहे हैं ना, राहुल गांधी जी ही कर रहे हैं. वो नाम ले रहा है स्टूडेंट का, स्टूडेंट का नाम नहीं बोल रहे हैं, लेकिन स्टूडेंट का नाम से इन्होंने जो शब्द यूज किया है वो अनपार्लियामेंट्री वर्ड है, और जो अनपार्लियामेंट्री वर्ड है उसका इस्तेमाल नहीं कर सकते हैं, और उसको हटा देना चाहिए. और बार बार एक ही शब्द को एक छात्र का नाम से बार बार इस्तेमाल कर रहे हैं. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. സഭയിൽ അന്തസ്സുള്ള വാക്കുകൾ പ്രയോഗിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. विधेयक पर आप बोले सर, आपसे ये मेरी अपेक्षा है. आप विधेयक पे बोले, मैं हाउस ऑर्डर कर रखूंगा क्या? ഏതെങ്കിലും ഒരു അംഗം വിധിയാണെന്ന് താൻ പറഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്ന് രാഹുലിന്റെ തിരിച്ചടി. RSSനെയും അമിത്ഷായും രാഹുൽ കടന്നാക്രമിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ വെറും ബിംബം, യഥാർത്ഥ ശത്രു RSS ആണെന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയണം. രാജ്യത്തെ വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടുവെന്നും രാഹുൽ ആഞ്ഞടിച്ചു. Let us just be precise. It is unparliamentary for me to use that word against another member of parliament. I have not used that word against anybody. I have just stated that this category exists. The resignation of Mr. Dharmendra Pradhan, that's a superficial thing, because Dharmendra Pradhan never ran the education ministry. Never. The man and the organization that runs the education ministry is called the RSS. The man who runs it is an OSD sitting in the minister's office. What the students are really irritated about is that they are not allowed to be students in India. Dharmendra Pradhan is a symbol. Your real enemy is the RSS. Keep it in mind. They are the people who are not letting you be students. They are the people who want you to be andhbhakts. സർക്കാരിനെ കടന്നാക്രമിച്ചുള്ള രാഹുലിന്റെ പരാമർശത്തിനെതിരെ ഭരണപക്ഷത്തും പ്രതിഷേധം. രാഹുൽ മാപ്പ് പറയണമെന്ന് കിരൺ റിജിജു ആവശ്യപ്പെട്ടു. ठीक नहीं है सर. अभी तुरंत आप किस बेसिस पे ये बयान दिया है? किस बेसिस पे आपने ये बयान दिया, बताइए. किसने आपको बताया और किस तर्क के साथ आप ये बयान दिया है? ये बहुत गलत बात बोला है राहुल गांधी जी, बहुत गलत बात बोला. मैं इसका आपत्ति करता हूँ, कार्रवाई से निकालना ही चाहिए, लेकिन राहुल गांधी जी आप माफी मांगिए, ये ठीक बात नहीं है. आप ऐसे नहीं बोल सकते. ലോക്സഭ 2:30 വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. നിലവിൽ വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, പ്രതിപക്ഷത്തു നിന്നും മൂർച്ചയേറിയ പ്രയോഗങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആഭ്യന്തരമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, RSSനെതിരെ കടുത്ത ആരോപണം ഉന്നയിക്കുന്നു. സഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഭരണപക്ഷത്തെ പ്രകോപിതരാക്കിയത്? പോർവിളി എങ്ങനെയായിരുന്നു? ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ബില്ല് അത് തടയുന്നതിന് നിയമങ്ങളും വ്യവസ്ഥകളും കർശനമാക്കുന്ന ബില്ലിന്മേലുണ്ടായ ചർച്ചയ്ക്കിടെയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ഈ സംസാരത്തിലായിരുന്നു രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നേരിട്ട് ആരുടെയും പേരുകൾ പറയാതെ രാജ്യത്ത് ഒരുപാട് വിഡ്ഢികളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ് അതിന് ഉദാഹരണമായി പറഞ്ഞത് RSSും അതോടൊപ്പം തന്നെ വലത് സംഘടനകളും പല കാലങ്ങളിലായി പറഞ്ഞ അവകാശവാദങ്ങളെയാണ്. ഉദാഹരണത്തിന് തങ്ങൾക്കുള്ളിൽ തന്നെയാണ് അറിവുകൾ ഉണ്ടാകുന്നത്, എല്ലാ അറിവുകളുടെയും ഉറവിടം ദൈവമാണ് തുടങ്ങിയ അത്തരം പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അത്തരം വാക്കുകളാണ് രാഹുൽ ഗാന്ധി ഉദ്ധരിച്ചത്. അതിനുശേഷം ഇക്കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ചില വിഡ്ഢികളുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ ബഹളം ഉയർന്നു. ഈ വിഡ്ഢികളെ പിന്തുടരുന്നവരെയാണ് അന്ധഭക്തർ എന്ന് പറയുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ പ്രതിഷേധം ഭരണപക്ഷത്ത് നിന്ന് ഉയരുന്ന സാഹചര്യം ഉണ്ടായി. തൊട്ടു പിന്നാലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എണീറ്റ് നിൽക്കുകയും അദ്ദേഹം NDA അംഗങ്ങളോട് ശാന്തരായിരുന്നു രാഹുൽ ഗാന്ധി പറയുന്നത് കേൾക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാഹുൽ ഗാന്ധി പ്രസംഗം തുടരുകയായിരുന്നു. അതിനിടെ പലതവണ ഭരണപക്ഷ
ഭരണപക്ഷത്തെ അംഗങ്ങൾ ഇടപെട്ടതിനെ തുടർന്ന് പ്രസംഗം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ നേരിട്ട് കടന്നാക്രമിച്ചു. അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല RSSന്റെ കയ്യിലാണ്, ധർമ്മേന്ദ്ര പ്രധാൻ കേവലം ബിംബം മാത്രമാണ് എന്നും ഇത് വിദ്യാർത്ഥികൾ തിരിച്ചറിയണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പേടിച്ച് വിറച്ചിരിക്കുകയാണ്, സഭയിൽ വരാൻ പോലും അദ്ദേഹം ധൈര്യപ്പെടുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോടെ ഭരണപക്ഷത്തെ ബെഞ്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭരണപക്ഷത്ത് നിന്ന് അണപൊട്ടി ഒഴുകി. സഭയിലില്ലാത്ത ആഭ്യന്തരമന്ത്രിക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അതിനിടെ രാഹുൽ ഗാന്ധി മറ്റൊരു വിമർശനം കൂടി ഉന്നയിച്ചു. വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവിട്ടത് രാഹുൽ ഗാന്ധിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി അങ്ങനെ ഒരു ഉത്തരവിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് ആ ഉത്തരവിട്ടത് എന്ന് സഭയിൽ വ്യക്തമാക്കണമെന്ന് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതോടുകൂടിയാണ് ഭരണപക്ഷ അംഗങ്ങൾ ഒന്നാകെ എണീറ്റ് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധി അടിസ്ഥാനമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് സ്പീക്കറും പറഞ്ഞു. തെളിവുകൾ ഉണ്ടെങ്കിൽ സഭയിൽ ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിയെ കിരൺ റിജിജു വെല്ലുവിളിക്കുകയും ചെയ്തു. എന്തായാലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിനിടെ സഭയുടെ നടപടികൾ തടസ്സപ്പെടുകയും സഭ ഇപ്പോൾ 2:30 വരെ നിർത്തിവെച്ചിരിക്കുകയുമാണ്. പ്രജീഷ്, വിഷ്ണുപ്രസാദ് 2:30-ക്ക് സഭ ചേർന്നാലും കൂടി, കാരണം ഈ ചോദ്യപേപ്പർ തടയൽ ബില്ലുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചയാണ്. ചർച്ച ഈ പറയുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടും സഭയിലേക്ക് പ്രധാനമന്ത്രിയില്ല, ആഭ്യന്തരമന്ത്രിയില്ല. ഇതടക്കം കൂടുതൽ ആയുധമാക്കിക്കൊണ്ട് ഇവരുടെ അസാന്നിധ്യത്തെ കൂടി ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണമൊക്കെ തന്നെ ഇനിയും തുടരാനാണോ സാധ്യതയുള്ളത്? രാജ്യസഭയിലും ആ നിലയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ഇന്ന് കാണുകയും ചെയ്തു. തീർച്ചയായും പ്രജീഷ്, കാരണം രാജ്യസഭയിൽ ഇന്നിപ്പോൾ ഇടതു പാർട്ടികളുടെ അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെയും എല്ലാം തന്നെ ഒരു പ്രതിഷേധത്തിനായിരുന്നു രാജ്യസഭ സാക്ഷ്യം വഹിച്ചത്. ഈ CPMന്റെ ആസ്ഥാന മന്ദിരത്തിനുള്ളിലേക്ക് പോലീസ് കയറിയതടക്കം നീറ്റ് പരീക്ഷയ്ക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് സ്വീകരിച്ച നടപടി ഉയർത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യ മുന്നണി നേതാക്കളുടെ പ്രതിഷേധം. CPM ആസ്ഥാന മന്ദിരത്തിനുള്ളിലേക്ക് പോലീസ് കയറിയ നടപടിയെ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി ഉയർന്നത്. ഇതോടുകൂടി സഭാ നടപടികൾ 2 മണി വരെ നിർത്തിവെക്കുകയുമായിരുന്നു. എന്തായാലും ലോക്സഭയിൽ ഇനി എന്തായാലും സഭ ചേരുമ്പോൾ 2:30-ക്ക് സഭ വീണ്ടും ചേർന്നാലും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനും ഭരണപക്ഷ വാക്കേറ്റത്തിനും തന്നെയായിരിക്കും സഭ സാക്ഷ്യം വഹിക്കുക. രാഹുൽ ഗാന്ധി മാപ്പ് പറയാതെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഭരണപക്ഷ അംഗങ്ങളുടെ നിലപാട്. ഈ ബില്ല് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതും മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ, അസ്വാഭാവികമായ രീതിയിൽ, അതായത് ഒരു സെൽഫി വീഡിയോ ഇറക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണം ഞങ്ങൾ നടത്താൻ പോകുന്നു എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത്രയും സുപ്രധാനമായ ഒരു ബില്ലിന്മേൽ ചർച്ച നടക്കുമ്പോൾ 2 ദിവസവും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ ഇല്ലാത്തത് തന്നെയാണ് സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ വലിയ വിമർശനത്തിനും വഴിയൊരുക്കിയത്. ആ വിമർശനങ്ങളാണ് ഭരണപക്ഷത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കൂടി ചേരുന്നുണ്ട്. ബസന്ത്, ഈ 2:30-ക്ക് ഇനി സഭ ചേർന്നാലും പുനരാരംഭിക്കുമ്പോഴും എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പ്രക്ഷുബ്ധമായി നിൽക്കുകയാണ്, ഇരുഭാഗത്തു നിന്നുള്ള പോർവിളിയുണ്ട്. അവിടെ സ്പീക്കർ എടുത്ത നിലപാട് എന്തായിരുന്നു ബസന്ത്? രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തെ ഭരണപക്ഷം അതിരൂക്ഷമായാണ് പ്രതിരോധിച്ചത്. അമിത്ഷാ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അത്തരത്തിലൊരു ഉത്തരവിട്ടില്ലെങ്കിൽ അതിന്റെ സാക്ഷ്യപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സ്പീക്കറും സ്വീകരിച്ചത്. ഏതായാലും അതിനേക്കാൾ രൂക്ഷമായ മറ്റ് ആരോപണങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും പ്രധാനമായും പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. അവിടെ ഭരിച്ചിരുന്നത് RSS ആണ്, വിദ്യാഭ്യാസ മന്ത്രാലയം. മാത്രമല്ല അവിടെ ഇരുന്ന OSC, അതായത് RSSന് വേണ്ടി അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു OSC ആണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. മാത്രമല്ല ചില വിദ്യാർത്ഥികളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വിദ്യാർത്ഥികൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ചില മൂഢന്മാരുണ്ട് എന്നുള്ള പദപ്രയോഗം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചില അന്ധഭക്തന്മാരുണ്ട്, അങ്ങനെയും ചിലരുണ്ട്. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ 3 വിഭാഗമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഇതിനെതിരെയും BJP അംഗങ്ങൾ രംഗത്ത് വന്നപ്പോൾ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ തന്നെ കളിയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ഉത്തരത്തിന്റെ 2 അതായത് രാഹുൽ ഗാന്ധി നേരത്തെ ലോക്സഭയിൽ നടത്തിയ പരാമർശം ഇഡിയറ്റ് പരാമർശമായിരുന്നു. അതിൽ വലിയ ബഹളം സഭയിൽ ഉണ്ടായി. ഭരണപക്ഷത്ത് നിന്നും കടന്നാക്രമണം തിരിച്ചും ഉണ്ടാകുന്ന സാഹചര്യം രൂപപ്പെട്ടു. ആ വാക്കുകൾ കേൾക്കാം സഭയിൽ സംഭവിച്ചത്. Group of people. They are not students. Who are they? She says they are absolutely convinced
that they know everything. They believe that the universe is static. And they believe that knowledge emerges from inside them. They believe that they are God. That everything that is to be known is known to them. They are arrogant. They are arrogant. They don't listen. They don't respect other people's truth. So I said, what do you call these people? She said, I call them idiots. So I... You want to take everything in. You want to understand. It's beautiful. It's even respecting the rest of the universe. What about these idiots? She says to me, these idiots, they don't listen to anything anyone says. What's it? So I said, sir, ये जो स्टूडेंट होता है, इसका लक्ष्य क्या होता है? तो उसने मुझे बोला, स्टूडेंट का लक्ष्य होता है कि वो सच्चाई के पीछे दौड़ता रहता है. उसके लिए सच्चाई मीठी होती है. Truth is sweet. Like Gandhiji said, the windows of his house are open to all winds. Then I said, what about the idiot? And she said, so I said, what about? I said, so sir, I said, okay, what about this other type of person? So she said, the hallmark. രൂക്ഷമായ വാക്കുകൾ കൊണ്ട് കടന്നാക്രമിക്കുകയായിരുന്നു ഭരണപക്ഷത്തെ രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ. തിരിച്ചും രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തി ഭരണപക്ഷവും രംഗത്ത് വന്നു.